ഓസ്ട്രിയയിലെ സിഫെൽഡിൽ 1384 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. ഓസ്ട്രിയയിലെ സിഫെൽഡിലെ ഒരു കൊച്ചു പട്ടണത്തിലെ പ്രഭുവായിരുന്ന ഓസ്വാൾഡ് മിൽസർ പെസഹ വ്യാഴാഴ്ച പള്ളിയിലെ കുർബാനയിൽ വാഴ്ത്തുന്ന വലിയ തിരുവോസ്തി തനിക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അക്കാലത്ത് പെസഹ വ്യാഴാഴ്ച വാഴ്ത്തുന്ന വലിയ തിരുവോസ്തി ഇടവകയിലെ പ്രമുഖർക്ക് ഒരംഗീകാരമായി നൽകുന്ന പതിവുണ്ടായിരുന്നു. താനും സമൂഹത്തിലെ ഉന്നതനാണ് എന്ന ഓസ്വാൾഡ് മിൽസറുടെ ചിന്തയാണ് വലിയ തിരുവോസ്തി തനിക്ക് ലഭിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ വൈദികൻ ഒരംഗീകാരമായി ഓസ്വാൾഡ് മിൽസറിൻ്റെ നാവിലും വലിയ തിരുവോസ്തി നൽകി. എന്നാൽ ആ തിരുവോസ്തി സ്വീകരിച്ചയുടൻ അദ്ദേഹം നിൽക്കുന്ന സ്ഥലം ഇളകാൻ തുടങ്ങി. അത് തറയുടെ ഒരു ഭാഗം തകർത്തു. ഓസ്വാൾഡ് താൻ വീഴാതിരിക്കാൻ അൾത്താരയിൽ മുറുകെ പിടിച്ചു. വൈദികൻ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് തിരുവോസ്തി തിരിച്ചെടുത്തു. തൽക്ഷണം തറ നേരെയാവുകയും ചലനം നിലയ്ക്കുകയും ചെയ്തു. ഉടൻ തന്നെ ആ തിരുവോസ്തിയിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി. ഈ വാർത്ത ലോകം മുഴുവൻ പരക്കുകയും അനേകം പേർക്ക് ഇത് നേരിൽ കാണാൻ സാധിക്കുകയും ചെയ്തു. വിശുദ്ധ ഓസ്വാൾഡിൻ്റെ ദേവാലയം സന്ദർശിക്കുമ്പോൾ അവിടെ ഈ തിരുവോസ്തിയും തിരുരക്തവും അതോടൊപ്പം തന്നെ അത്ഭുതം സ്ഥിരീകരിക്കുന്ന ധാരാളം ചരിത്രരേഖകളും കാണാം. നമുക്ക് പ്രാർത്ഥിക്കാം. എളിമയുടെ പ്രതീകമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, ഈശോയുടെ തിരുശരീരത്തെ സ്വീകരിക്കുന്ന ഞങ്ങളിൽ എളിമയെന്ന പുണ്യം നിറയ്ക്കുവാൻ കനിയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.